ഹായ്, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഒരു ജോലി കിട്ടാത്തത്, ജോലി കിട്ടാതെ ഇരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്കൊരു ജോലി നേടാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വേണം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്. നമുക്കറിയാം, നമ്മൾക്ക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായവരുണ്ടാവും, 12ാം ക്ലാസ് പാസ്സായവരുണ്ടാവും, ഡിഗ്രി ചെയ്തവരുണ്ടാവും, PG ചെയ്തവരുണ്ടാവും, മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് ചെയ്തവരുണ്ടാവും, ചിലർ മെഡിക്കൽ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്, ചിലർ പാരാമെഡിക്കൽ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അക്കാഡമിക് പ്രോഗ്രാംസ് ചെയ്താൽ നമുക്ക് ജോലി കിട്ടുമോ? പലപ്പോഴും നമ്മൾ ഒരു ക്വസ്റ്റ്യനാണത്. കാരണം പലപ്പോഴും ഡിഗ്രി PG ഒക്കെ ചെയ്തിട്ട് നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലില്ലാതെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്താണ് ഈ തൊഴിൽ കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്താണെന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പല വിശേഷങ്ങളും നമ്മുടെ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് ജോലി കിട്ടാത്തത്? ആദ്യത്തെ റീസൺ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ജോലി കിട്ടാത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി അന്വേഷിക്കാത്തതുകൊണ്ട് പലപ്പോഴും. ഇപ്പോൾ ഞാൻ പല സുഹൃത്ത്, ഞാനൊരു എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ആളായതുകൊണ്ട്, ട്രെയിനിങ് എടുക്കുന്ന ആളായതുകൊണ്ട് പലപ്പോഴും യങ്സ്റ്റേഴ്സുമായിട്ടും അല്ലെ തൊഴിലില്ലാത്തവരുടെ ആയിട്ട് പലപ്പോഴും ഇൻട്രാക്ട് ചെയ്യേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ചോദിക്കുമ്പോൾ അവർ ജോലി ആയിട്ടില്ല സാർ, ഞാനിപ്പോൾ ജോലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എവിടെയൊക്കെ ജോലി സെർച്ച് ചെയ്തു? അപ്പോൾ അവരാദ്യം പറയുന്നൊരു കാര്യം, ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര പേരോട് പറഞ്ഞു? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി തീർന്നു. കാരണം ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് എനിക്ക് എവിടെയെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ശരിയാക്കി തരണമെന്ന് ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു. അപ്പോൾ അയാളുടെ സൈഡിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് പുള്ളി ജോലി കിട്ടാനായിട്ടുള്ള ഒരു അന്വേഷണം പുള്ളി ഒരിക്കലും നടത്തിയിട്ടില്ല. അതാണ് ജോലി കിട്ടാതിരിക്കുന്ന ആദ്യത്തെ കാര്യം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഇൻ്റർവ്യൂ പാസ്സാകാൻ പറ്റുന്നില്ല പലർക്കും. നമ്മൾ അക്കാഡമിക്സിൽ പഠിച്ച കാര്യങ്ങളും നമ്മൾ ഡിഗ്രിയിൽ പഠിച്ച കാര്യങ്ങളും PGയിൽ പഠിച്ച കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന ഒരു ബോർഡ് ചോദിക്കുന്ന കാര്യങ്ങൾ. അവർ സൈക്കോളജിക്കലി അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ, ഇതൊക്കെയാണ് അവർ പലപ്പോഴും അസസ് ചെയ്യുന്നത്. ശരിക്കും ഇൻ്റർവ്യൂവിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പ്രൈവറ്റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം പ്രൈവറ്റൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോർപ്പറേറ്റ് കമ്പനികൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് സെക്ടറിലെ ജോലി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. 90% ജോബും 95% ജോബും പ്രൈവറ്റ് സെക്ടറിലാണുള്ളത്. അപ്പോൾ പ്രൈവറ്റ് കമ്പനികൾ പലപ്പോഴും അവർക്ക് അവരുടെ ഔട്ട്പുട്ട് കൂട്ടുന്ന മൈൻഡ് സെറ്റുള്ളവരെ ആയിരിക്കും അവരെടുക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ അവരുടെ മൈൻഡ് സെറ്റിലേക്ക് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മൈൻഡ് സെറ്റ് അവർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവരുടെ ഇൻ്റർവ്യൂ. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ പലരും ഫെയിലാവുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റഡി തന്നെ, അതുകൊണ്ട് ഒരു 1 month നീളുന്ന ഒരു പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു 5 ബാച്ചുകൾ ഞാൻ ചെയ്ത് കഴിഞ്ഞു ഈ ഒരു പ്രോഗ്രാമിൽ. അപ്പോൾ അവരെല്ലാം സക്സസ്ഫുള്ളായിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ഹെൽപ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. കാരണം എനിക്കിത് ചെയ്യാനുണ്ടായ പ്രചോദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ യങ്സ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അവർ പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്കൊരു പ്രൊഫഷൻ അവർക്ക് തിരഞ്ഞെടുക്കാനോ അല്ല അതിലേക്ക് പോകാനായിട്ട് പലപ്പോഴും അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് റഫ്ലി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നുള്ളത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. കാരണം ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂസ് ക്ലിയർ ചെയ്യുക, ജോബിന് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഇത്തിരി ലെങ്തി വീഡിയോ ആണ്. പ്ലീസ് ഈ വീഡിയോ വിട്ട് കളയാതെ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പ്ലീസ് വാച്ച് ടിൽ ദ എൻഡ്. അവസാനം വരെ നിങ്ങളത് കാണുക. ഇത് നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് പ്ലീസ് ഫോർവേഡ് ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞു ജോലി അന്വേഷിക്കാത്ത കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ പലപ്പോഴും അതെങ്ങനെ അന്വേഷിക്കണം, അതിന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതെങ്ങനെ അന്വേഷിക്കണം, ഏത് രീതിയിൽ അന്വേഷിക്കണം, അത് ഇപ്പോൾ നമ്മൾ ജോബ് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വേക്കൻസിക്ക് അഗൻസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ റെസ്യൂംസൊക്കെ അയച്ചു കൊടുക്കുന്നത്. മറ്റൊരു രീതിയാണ്, അത് പവർഫുൾ രീതിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനിയെ നേരിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ വേക്കൻസികളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അവരുടെ പ്രോബ്ലംസ് കണ്ടിട്ട് നമ്മൾക്ക് എന്ത് സർവീസ് അവർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അവർ അപ്രോച്ച് ചെയ്യുന്ന മറ്റൊരു രീതി. അത് മോർ പവർഫുൾ ആയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ റഫ്ലി എന്തൊക്കെയാണ് നമ്മൾക്ക് ഒരു
ജോലി കിട്ടാത്തതിൻ്റെ കാരണങ്ങൾ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞു, ജോലി അന്വേഷിക്കാത്തതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂ പലപ്പോഴും ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം ഇൻ്റർവ്യൂ ആണ് നമ്മളുടെ ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ, ഒരു ജോബിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ ആ ഇൻ്റർവ്യൂ ആണ്. നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം, നമുക്ക് 10ാം ക്ലാസ് ആയിക്കോട്ടെ, 12ാം ക്ലാസ് ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, PG ആയിക്കോട്ടെ, മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് എന്തെങ്കിലും ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾക്ക് ആ ഇൻ്റർവ്യൂവിലേക്ക് അല്ലെ ജോബിലേക്ക് എത്തുന്ന ഗേറ്റ് പാസ് മാത്രമാണ്. ആ ഗേറ്റ് പാസ് കൊണ്ട് മാത്രം നമുക്ക് ജോലിയിലേക്ക് എത്താനായിട്ട് ഒരിക്കലും സാധിക്കുന്നില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, ജോലി അന്വേഷിക്കുന്നില്ല. രണ്ടാമത് നമുക്ക് ഇൻ്റർവ്യൂ പാസ്സാകാൻ പറ്റാത്തതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇൻ്റർവ്യൂ പാസ്സാകാൻ പറ്റാത്തത് എന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും യങ്സ്റ്റേഴ്സിന് അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് അറിയാൻ പാടില്ല എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് പലർക്കും അറിയില്ല. ഈവൻ ഇൻ്റർവ്യൂ നടക്കുന്ന റൂമിലേക്ക് എങ്ങനെ എൻട്രി ചെയ്യണം പലർക്കും അറിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഫ്രണ്ടിൽ പോയി എങ്ങനെ ഇരിക്കണം, വലിയൊരു ക്വസ്റ്റ്യനാണ്. കാരണം പലപ്പോഴും ഈ ആളുകൾ കൺഫ്യൂസ്ഡാണ്. നമ്മുടെ കൈ എവിടെ വെക്കും എന്നുള്ളത് വലിയൊരു ടെൻഷനാണ് ഇവർക്ക്. കൈ ടേബിളിൻ്റെ പുറത്ത് വെക്കാവോ, അല്ലെങ്കിൽ കൈ എങ്ങനെ നമ്മൾ വെക്കും, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവലിൻ്റെ ഒരു പ്രശ്നമാണ്. പലപ്പോഴും ആളുകളുടെ മനസ്സിൽ വരുന്നത് നമ്മൾ കൈ എവിടെ വെക്കും, ടേബിളിൻ്റെ പുറത്ത് വെക്കാവോ, എത്ര പേരുണ്ട്, അവരെങ്ങനെ നമ്മൾ അവർ സല്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഗുഡ് മോർണിംഗ് പറയണം, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തീർക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ്. നേരത്തെ പറഞ്ഞ ഞാൻ അങ്ങനെ ഒരു കുറച്ച് പ്രോഗ്രാംസ് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാറുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് പിന്നെയും സബ്ജക്റ്റിലേക്ക് വരാം. അപ്പോൾ ഇൻ്റർവ്യൂ ക്ലിയർ ആകാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്നാമത് നമുക്ക് ഇൻ്റർവ്യൂ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. ഫസ്റ്റ് തന്നെ തുടങ്ങാം. നമ്മൾ ഇൻ്റർവ്യൂ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമുക്കൊരു കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ആവുകയാണ് ആദ്യം വേണ്ടത്. ആ സ്ഥാപനത്തെ പറ്റി നമ്മൾ ആദ്യം പഠിക്കുകയാണ് വേണ്ടത്. നമ്മൾ എവിടെയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, ആ സ്ഥാപനത്തിൻ്റെ ആക്ടിവിറ്റീസ് എന്താണ്, അവരുടെ ബ്രാഞ്ചസ് എന്താണ്, അവർക്ക് എന്തൊക്കെയാണ്, അവരുടെ റെപ്യൂട്ടേഷൻ എന്താണ് മാർക്കറ്റിൽ, ഇതിനെപ്പറ്റി ആദ്യം സ്റ്റഡി ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡി ആയിരിക്കണം. കാരണം നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ്, പിന്നെ ബാക്കി നമ്മളുടെ മറ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, അങ്ങനെ കുറേ സാധനങ്ങൾ, ഇതെല്ലാം പാസ്പോർട്ട്, ചില കമ്പനികൾ പാസ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. മൂന്നാമത്, ഇതെല്ലാം തയ്യാറാക്കിയതിന് ശേഷം ഇൻ്റർവ്യൂവിൽ നമ്മളെങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടുള്ളത് നമുക്ക് സമയത്തെത്തുക, റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ നോക്ക് ചെയ്തിട്ട് കയറുക. അകത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ഇൻ്റർവ്യൂവേഴ്സിനെ എങ്ങനെ നമ്മൾ സല്യൂട്ട് ചെയ്യണം, ഓരോരുത്തരെ ഗുഡ് മോർണിംഗ് പറയുക. സർ ഗുഡ് മോർണിംഗ്, 2 പേരാണ് ഇരിക്കുന്നത്, ഗുഡ് മോർണിംഗ് സർ. ഒരു സ്ത്രീ ഒരു പെണ്ണാണ്, ഒരു സ്ത്രീ ഒരു പുരുഷനാണ് ഇരിക്കുന്നത്, ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് മാഡം, പ്രത്യേകം പറയാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അത് ചെറിയ ചെറിയ പോയിൻറ്റ്സാണ്. ഈ ചെറിയ പോയിൻറ്റ്സ് നമ്മൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ജോലിയിലേക്ക് എത്തപ്പെടാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ ഗ്രൂമിങ് വളരെ പെർഫെക്റ്റ് ആയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. ഇപ്പോൾ നമ്മൾ വളരെ അഴുക്ക് പിടിച്ച ഒരു ഡ്രസ്സും, അല്ലെങ്കിൽ നമ്മൾ ഷൂ ഒന്നും ശരിക്കും പോളിഷ് ചെയ്യാതെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡ്രസ്സ് ഇടാതെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ നമുക്ക് ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കുകയും നമുക്ക് ആ ഒരു ജോബിലേക്ക് നമ്മളെ കൺസിഡർ ചെയ്യാത്ത ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളെ ഡ്രസ്സിങ് എപ്പോഴും നമ്മൾ പ്രത്യേകം ഇൻ്റർവ്യൂസ്, പ്രത്യേകിച്ച് തൊഴിൽ അന്വേഷിക്കുന്നവർ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു ഡ്രസ്സ് നമ്മൾ ശരിയാക്കി വെക്കേണ്ടതാണ്. ഇപ്പോൾ കാണുന്ന മറ്റൊരു ചിന്തയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ പിള്ളേരെല്ലാം മുടിയൊക്കെ അങ്ങോട്ട് വല്ലാതെ വളർത്തി, താടിയൊക്കെ വളർത്തി വല്ലാത്തൊരു രീതിയിലാണ് പലപ്പോഴും പോകാറുള്ളത്. പക്ഷേ അത് ഏത് ജോലിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ, ഈ താടിയൊക്കെ വളർത്തി ചെന്ന് കഴിഞ്ഞാൽ കാര്യത്തിൽ ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണ്ടാക്കുന്നവനാണെങ്കിൽ അതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തെന്നിരിക്കും. പക്ഷേ പലപ്പോഴും ഒരു കോർപ്പറേറ്റ് കമ്പനിയിലേക്കാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ നമ്മളെപ്പോഴും മുടിയൊക്കെ വെട്ടി നമ്മൾ ഷേവൊക്കെ ചെയ്ത്, ഇനി ക്ലീൻ ഷേവ് ചെയ്തില്ലെങ്കിലും നമ്മുടെ താടിയൊക്കെ നല്ല രീതിയിൽ ട്രിം ചെയ്തിട്ട്
നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളെന്നുള്ളതിൽ. പിന്നെ അതിലെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വേർപ്പൊക്കെ വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ബോഡി ഓഡേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഡിയോഡറൻറ്റോ അല്ലെങ്കിൽ ഒരു പെർഫ്യൂമോ നമ്മൾ ഉപയോഗിക്കേണ്ട അത്യാവശ്യമാണ്. പക്ഷേ ഈ പെർഫ്യൂമൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും കറക്റ്റായിട്ടുള്ള പെർഫ്യൂം ഉപയോഗിക്കാറില്ല. നല്ല സ്മെല്ലുള്ള, കാരണം വളരെ ലൈറ്റ് സ്മെല്ലുള്ളത് ഉപയോഗിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതും വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് കുത്തുന്ന രീതിയിലുള്ള ഒരു പെർഫ്യൂം ഉപയോഗിച്ച് അടിച്ചിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെന്ന് കഴിഞ്ഞാൽ അതവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്, നമ്മളറിയാതെ അവരുടെ മനസ്സ് ഇവൻ എന്തായി അടിച്ച് വന്നേക്കണം എന്നുള്ളൊരു ചിന്ത വരും. അതെപ്പോഴും നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പെർഫ്യൂം സെലക്ട് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരുപാടൊരു കാര്യങ്ങൾ നമ്മൾ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, കാരണം നമുക്ക് ഈ ഒരു 10-15 മിനിറ്റ് സമയത്തിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ വരുന്നത് ഇത് ഓരോ കാര്യങ്ങൾ ആ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിനുമുമ്പ് നമ്മൾ മറ്റൊരു കാര്യം പറയാം. സാധാരണ രീതിയിലൊരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്, കോമൺ സ്ട്രക്ചർ എന്താണ്, ഇൻ്റർവ്യൂവിൻ്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഫ്രണ്ടിലേക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ നമുക്കൊരിക്കലും ആ ഇൻ്റർവ്യൂ വേണ്ട എഫക്റ്റീവായിട്ട് നമുക്ക് വളരെ നമുക്ക് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ നമുക്കൊരിക്കലും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇൻ്റർവ്യൂ സ്ട്രക്ചർ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ 2-3 പേര്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളായിരിക്കും, ചിലപ്പോൾ 2 പേരായിരിക്കും, ചിലപ്പോൾ 3 പേരായിരിക്കും, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ഒരു കോമൺ സ്ട്രക്ചർ കാണുന്നത് അങ്ങനെയാണ്. നമ്മളെ ഉള്ളിലേക്ക് വിളിക്കുന്നു. സാധാരണ രീതിയിൽ അവരൊരു കമ്പനിയെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് തരാറുണ്ട്, ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ അവർ തരാറുണ്ട്. അത് കഴിഞ്ഞിട്ട് സാധാരണ രീതിയിൽ ഇപ്പോൾ പറയുകയാണ്, ഇപ്പോൾ നല്ല കമ്പനികളൊക്കെ ആണെങ്കിൽ നമ്മളെ അവർ കംഫർട്ടാക്കുക എന്നുള്ള രീതിയുണ്ട്. പക്ഷേ പലപ്പോഴും ഇന്ത്യൻ കമ്പനികളിൽ കണ്ടിരിക്കുന്നത് അവരൊരിക്കലും നമ്മളെ കംഫർട്ടാക്കാനായിട്ട് ശ്രമിക്കില്ല, നമ്മളെ മാക്സിമം ട്രബിൾ ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. പല കമ്പനികളിലും നല്ല കമ്പനികളൊക്കെ സംഭവിക്കുകയാണ്, നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ ദേ വിൽ മേക്ക് അസ് കംഫർട്ടബിൾ. അപ്പോൾ അതിനാദ്യം ചിലപ്പോൾ ഒരു വെള്ളം തരും, ചിലപ്പോൾ ഒരു ജ്യൂസ് വരും. അങ്ങനെയൊക്കെയാണ് ഞാൻ നല്ല കമ്പനികളിൽ കണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സിറ്റുവേഷനിൽ പലപ്പോഴും ഇങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. പലപ്പോഴും വന്ന് കമോൺ ഇരിക്കുമോ എന്നൊക്കെ. അതാണ് ശരിക്കും ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ വേണ്ട രീതി എന്ന് പറഞ്ഞാൽ അവർ നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വരുന്ന ഒരാളാണ്. അപ്പോൾ അവരെ കംഫർട്ടബിൾ ആക്കിയിട്ട് വളരെ കംഫർട്ട് സോണിൽ നിന്ന് സംസാരിക്കുകയാണ് ശരിക്കും വേണ്ടത്. പക്ഷേ ഇപ്പോൾ പലയിടത്തും സംഭവിക്കുന്നത് നമ്മളൊരു ശത്രുക്കളെ കാണുന്ന രീതിയിലാണ് പലപ്പോഴും ഇൻ്റർവ്യൂ എടുക്കുന്നത്. വേണമെങ്കിൽ മതി എന്നുള്ള രീതിയിൽ പലരും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ശരിയായ നടപടിയല്ല. പക്ഷേ ഈ എന്ത് നടപടി വന്നാലും നമുക്ക് ദ ബെസ്റ്റ് നമുക്ക് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മളോട് പെരുമാറിയാലും മോശം രീതിയിൽ പെരുമാറിയാലും നമ്മൾക്ക് കൊടുക്കാനുള്ള ബെസ്റ്റ് വാട്ട് ഐ ആം എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മുടെ സൈഡിൽ നിന്നുണ്ടാകണം. അപ്പോൾ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞ ഒരു 3 പേര് 4 പേര് ഇരുന്നിട്ട് നമ്മളുടെ സ്കിൽസ് എന്താണെന്ന് അവർ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇതിലൊരു മോർ ദാൻ 60-65% കാര്യങ്ങളും നമ്മളുടെ ലൈഫ് സ്കിൽ, നമ്മളുടെ ബിഹേവിയർ, അല്ലെങ്കിൽ നമ്മളെങ്ങനെ സമൂഹത്തിൽ പെരുമാറുന്നു, അല്ലെങ്കിൽ നമ്മളെന്നുള്ളൊരു വ്യക്തി എങ്ങനെ ആണ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണ്, ഇത് മനസ്സിലാക്കാനായിരിക്കും ഒരു 60-65% അവർ ശ്രമിക്കുക. ബാക്കി ഒരു 35% മാത്രമാണ് നമ്മളുടെ സ്കിൽ, ആ കമ്പനിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന സ്കില്ലിനെ പറ്റി അവർ ആ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത്. കാരണം എല്ലാ കമ്പനികളിലും ഒരു സിസ്റ്റം ഉണ്ട്. കാരണം നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു ഓൺ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയമുണ്ട്. ഒരു മാസമൊക്കെ ഉണ്ടാവും മിക്കവാറും കമ്പനികളിൽ. ചില നല്ല കമ്പനികളിലൊക്കെ അങ്ങനെയുണ്ടാവും. ഈ ഓൺ ജോബ് ട്രെയിനിങ്ങിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആണെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കാവുന്നതേ. അപ്പം നല്ല മൈൻഡ് സെറ്റുള്ള ഒരാളെ കിട്ടുക എന്നുള്ളതാണ് എല്ലാ കമ്പനികൾക്കും വേണ്ട ഒരു കാര്യം. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് ആ രീതിയിലേക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻ്റർവ്യൂവിൽ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് ഈസി ആയിട്ട് പോകാനും സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്. ഭാഷയല്ല അവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ മദർ ടങ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ്, അപ്പോൾ ഏത് ലാംഗ്വേജാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ മലയാളമാണെങ്കിൽ മലയാളത്തിൽ നമ്മൾ എഫക്റ്റീവായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ, നമ്മൾ കൊണ്ട് പറയുന്നത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ബിയോണ്ട് നമ്മുടെ വെർബലായിട്ടുള്ള ഒരു കൺവെർസേഷൻ അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് വരുന്നതെന്ന് പറഞ്ഞാൽ നോൺ വെർബലായിട്ടുള്ള രീതിയിൽ ചില നിർത്തലുകൾ, ചില മൂളലുകൾ, ചില നിശബ്ദതകൾ വരെ കമ്മ്യൂണിക്കേഷനായിട്ട് മാറുന്നുണ്ട്. അപ്പം നമ്മൾ എഫക്റ്റീവായിട്ട് വേണം ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള
രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഓരോ സബ്ജക്റ്റുകളും നമ്മൾ വ്യക്തമായിട്ടെടുത്ത് വരുന്ന വീഡിയോകളിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ റൂമിലേക്ക് എൻട്രി ചെയ്യണം, എങ്ങനെ നമ്മൾ ഇപ്പോൾ പലപ്പോഴും ഡോക്യുമെൻറ്റ്സ് എങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യണം. ഡോക്യുമെൻറ്റ്സ് പലപ്പോഴും ഹാൻഡ് ഓവർ ചെയ്യാൻ പലർക്കും അറിയില്ല, എങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യണം. റൂമിലേക്ക് എൻട്രി ചെയ്യുമ്പോഴത്തേനും നമ്മൾ മുട്ടണോ വേണ്ടേ, മുട്ടിയിട്ട് തുറന്നില്ലേ നമ്മൾ എന്ത് ചെയ്യും? വലിയൊരു ക്വസ്റ്റ്യനാണ്. മുട്ടിയിട്ട് തുറന്നില്ലേ എന്ത് ചെയ്യും? നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്, നമ്മൾ റൂമിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർ മൈൻഡ് ചെയ്തില്ല, നമുക്ക് ഇരിക്കണ്ടേ, ഇരുന്ന അയാളെന്ന് പറയും ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങളല്ലേ. അപ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ പോയി. ഇപ്പോൾ നമ്മൾ റൂമിലേക്ക് ചെന്നു, 3 പേര് അതിന് മുമ്പിൽ ഇൻ്റർവ്യൂ നടന്നതിനെപ്പറ്റി അവർ 3 പേരും ഡിസ്കസ് ചെയ്തു. അതിനിടയ്ക്കാണ് മറ്റൊരാൾ കയറി വരുന്നത്. മേ കമെന്ന് ചോദിച്ചു, കയറി വന്നു, ഇരിക്കാൻ അയാളുടെ പറഞ്ഞില്ല. നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ഈ ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യും? ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, മേ ഐ സിറ്റ് ഹിയർ സർ, എനിക്കിവിടെ ഇരിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ നല്ല രീതിയിലാണ് ചോദിച്ചത്, മേ ഐ സിറ്റ് സർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓക്കെ ഇരിക്കാൻ പറഞ്ഞു, ഓക്കെ ഇരിക്കും, ഇനി ഇരിക്കേണ്ടെന്ന് പറഞ്ഞു, ഓക്കെ ഗുഡ് ബൈ, നോ പ്രോബ്ലം. നിങ്ങൾക്ക് പറഞ്ഞാൽ എൻ്റെ സർവീസ് നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ്. പിന്നെ ഞാൻ മറ്റൊരു കാര്യം വളരെ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നു, ശരിക്കും ഇതൊരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല സ്റ്റാഫിനെ, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെയാണ് എല്ലാ കമ്പനികൾക്കും വേണ്ടത്. നല്ല മൈൻഡ് സെറ്റുള്ള സ്റ്റാഫിനെയാണ് എല്ലാ കമ്പനികൾക്കും വേണ്ടത്. നമ്മൾക്ക് വേണ്ടതും നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ദ ബെസ്റ്റ് അവർക്ക് കൊടുക്കുക, ബെസ്റ്റ് അവരിൽ നിന്ന് എടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പലപ്പോഴും നമ്മൾ പല ഇതിലും കണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പല ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്തപ്പോൾ, ഞാൻ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞ ഒരു പെൺകുട്ടി ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ആ കുട്ടി പറഞ്ഞ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, സാറേ എനിക്ക് ഒരുപാട് കഷ്ടപ്പെടാനൊന്നും പറ്റില്ല, എനിക്ക് പൈസ കിട്ടിയാലും കുഴപ്പമില്ല, 10,000 15,000 റുപ്പീസ് ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്, ബട്ട് എനിക്ക് ഒരുപാട് വർക്ക് ചെയ്യാനും പറ്റില്ല, ഞാൻ എവിടെയെങ്കിലും എന്ന് പറഞ്ഞാൽ ഒതുങ്ങിക്കൂടി ഇരുന്ന് ചെയ്യാവുന്ന എന്തെങ്കിലും ജോലി വേണം. പക്ഷേ ആ കുട്ടിയെ നമുക്ക് ആ കമ്പനിയിലേക്ക് വെക്കാൻ പറ്റില്ല. കാരണം ഒരിക്കലും അവരുടെ ഗ്രോത്തിന് വേണ്ടിയോ ഒന്നും അവർക്ക് എങ്ങനെയും എന്തെങ്കിലും കാണിച്ചിട്ട് ഒരു 10 രൂപ 15 രൂപ 20, അത് അവരുടെ കാപ്പബിലിറ്റി അനുസരിച്ചിട്ട് അവർ എടുത്തിട്ട് മേടിച്ചിട്ട് പോകുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒരിക്കലും കമ്പനി വെക്കത്തില്ല. അപ്പോൾ അത് എപ്പോഴും നമ്മളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുക, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് ഈസി ആയിട്ട് എത്താൻ സാധിക്കും. ഇതിനെ പറ്റിയിട്ടുള്ള മോർ വീഡിയോസ് വിൽ ബി കമ്മിങ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഏത് രീതിയിലുള്ള വീഡിയോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ, എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ പോകണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ഇൻ മൈ ഫോൺ നമ്പർ, ഇറ്റ് ഈസ് അവൈലബിൾ. ഞാൻ എൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതല്ല, ഇമെയിൽ വേണമെങ്കിൽ ഇമെയിൽ ഓൾസോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മോസ്റ്റ്ലി വാട്സപ്പിലൂടെ ചോദിക്കാനും ഒന്നുകൂടി ബെറ്റർ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.